നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ച് UAE. തീരുമാനമെടുത്ത് UAE മന്ത്രിസഭ. നിയമം കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനും സുരക്ഷിത ഡിജിറ്റൽ അന്തരീക്ഷം ഉറപ്പാക്കാനും 15നും 16നും ഇടയിൽ പ്രായമുള്ളവർക്ക് നിയന്ത്രണങ്ങളോടെ ഉപയോഗിക്കാം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതി വരുത്തി ഇറാൻ അമേരിക്ക സമാധാന കരാർ നിലവിൽ. 60 ദിവസത്തിനുള്ളിൽ അന്തിമ വ്യവസ്ഥകൾ സംബന്ധിച്ച് ചർച്ചകൾ പൂർത്തിയാക്കും. കരാർ ലംഘിച്ചാൽ ഇറാനിൽ കടുത്ത ബോംബാക്രമണം നടത്തുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹോർമൂസിൽ നിലപാട് കടുപ്പിച്ച സൗദി. കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ പുതിയ ഭരണ സംവിധാനങ്ങളോ ക്രമീകരണങ്ങളോ കൊണ്ടുവരുന്നത് അംഗീകരിക്കില്ല എന്ന് സൗദി വിദേശകാര്യമന്ത്രി. ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് പദ്ധതിയിട്ട് ഇറാൻ. കുവൈറ്റുമായി സംസാരിച്ച് അബ്ബാസ് അരാഗ്ചി. കുട്ടികളെ വാഹനങ്ങൾക്കുള്ളിൽ തനിച്ചാക്കി പോകുന്നതിനെതിരെ ക്യാമ്പയിനുമായി പോലീസ്. രക്ഷിതാക്കൾക്കും ഡ്രൈവർമാർക്കും കടുത്ത മുന്നറിയിപ്പ്. നടപടി ചൂട് കൂടുന്ന സാഹചര്യത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ച UAE മന്ത്രിസഭയാണ് ചരിത്രപരമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനും സുരക്ഷിതമായ ഡിജിറ്റൽ അന്തരീക്ഷം ഉറപ്പാക്കാനുമാണ് പുതിയ സുരക്ഷാ നിയമം കൊണ്ടുവന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നാലെയാണ് UAEയും നിർണായക തീരുമാനം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ 15നും 16നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് കർശനമായ നിയന്ത്രണങ്ങളോടെ മാത്രമേ ഇനി മുതൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ അനുമതിയുണ്ടാകൂ. പുതിയ ഉത്തരവ് പ്രകാരം 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വന്തമായി അക്കൗണ്ടുകൾ ഉണ്ടാക്കാനോ അവയുടെ ഫീച്ചറുകൾ പൂർണ്ണമായി ഉപയോഗിക്കാനോ അനുവാദമില്ല. എന്നാൽ 15 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അക്കൗണ്ടുകളിൽ പ്രായത്തിനനുസരിച്ചുള്ള ഉള്ളടക്കങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുക, ഉയർന്ന അപകട സാധ്യതയുള്ള ഫീച്ചറുകൾ ഒഴിവാക്കുക, ഉപയോഗ സമയം പരിമിതപ്പെടുത്തുക തുടങ്ങിയ സുരക്ഷാ മുൻകരുതലുകൾ സോഷ്യൽ മീഡിയ കമ്പനികൾ നിർബന്ധമായും നടപ്പിലാക്കണം. രക്ഷിതാക്കളുടെ അനുമതി ഉണ്ടെങ്കിൽ പോലും ഈ നിയമങ്ങളിൽ നിന്ന് ആർക്കും ഇളവ് ലഭിക്കില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ നിയമങ്ങൾ സാങ്കേതികമായി നടപ്പിലാക്കാനായി സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് 12 മാസം വരെ സമയം അനുവദിച്ചു. ഈ കാലയളവിനുള്ളിൽ ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് കൃത്യമായ പ്രായപരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. നിയമം ലംഘിക്കുന്ന അക്കൗണ്ടുകൾ നിരീക്ഷിക്കാനും അവയ്ക്കെതിരെ ഉടനടി നടപടിയെടുക്കാനും കമ്പനികൾ ബാധ്യസ്ഥരാണ്. കുട്ടികളുടെ ഓൺലൈൻ വിവരങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്കോ പരസ്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്നതിനും കർശന നിരോധനമുണ്ട്. കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ അമിതമായി സമയം ചെലവഴിക്കുന്നത് ഉത്കണ്ഠ, ശ്രദ്ധക്കുറവ്, പഠനത്തിലെ പിന്നോക്കാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകുന്നു എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കുട്ടികളെ ഉത്തരവാദിത്തമുള്ള ഡിജിറ്റൽ ശീലങ്ങളിലേക്ക് നയിക്കാൻ ഈ നിയമം കുടുംബങ്ങൾക്ക് സഹായകരമാകും. NTV അബുദാബി. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതി വരുത്തി അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോയുമായി വേഴ്സായി കൊട്ടാരത്തിൽ നടന്ന അത്താഴ വിരുന്നിനിടെയാണ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത്. കരാർ ഒപ്പുവെച്ച വിവരം ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർനയും സ്ഥിരീകരിച്ചു. ഇറാൻ കരാർ ലംഘിച്ചാൽ കടുത്ത ബോംബാക്രമണം നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. സമാധാന കരാറിന്റെ അന്തിമ രൂപത്തിൽ ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ ഒപ്പുവെച്ചതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഖയും വ്യക്തമാക്കി. ഇനി കരാർ എത്രത്തോളം കൃത്യമായി നടപ്പിലാകും എന്ന് പരിശോധിക്കേണ്ട സമയമാണെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച ജനീവയിൽ നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക കൂടിക്കാഴ്ചകളിൽ മാറ്റമില്ല. കരാർ ഒപ്പുവെച്ചതോടെ അടുത്ത 60 ദിവസത്തിനുള്ളിൽ അന്തിമ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചകൾ പൂർത്തിയാക്കും. കരാർ ഒപ്പിട്ടുവെന്ന് സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് അതിലെ വ്യവസ്ഥകൾ അമേരിക്ക പുറത്തുവിട്ടിരുന്നു. ഇറാൻ കരാർ ലംഘിച്ചാൽ കടുത്ത ബോംബാക്രമണം നടത്തുമെന്ന് ട്രംപ് പറഞ്ഞു. അവരത് ലംഘിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അവർ കരാറിനെ മാനിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നും ട്രംപ് വിശദീകരിച്ചു. ഇറാനികളെ ബുദ്ധിശാലികളായ ആളുകളെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. ലബനൻ അടക്കം എല്ലാ വിഭാഗങ്ങളും സൈനിക നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കും. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിലെത്തണം എന്നിങ്ങനെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഇറാനിൽ ഏർപ്പെടുത്തിയ നാവിക വിലക്ക് അമേരിക്ക 30 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കും. അതുവരെ യുദ്ധത്തിനു മുമ്പ് ഇറാനിലേക്കുണ്ടായിരുന്ന ഗതാഗതത്തിന് ആനുപാതികമായ കപ്പലുകൾക്ക് അനുമതി നൽകും. ഹോർമൂസ് കടലിടുക്ക് തുറക്കും. 60 ദിവസത്തേക്ക് ഹോർമൂസിൽ ടോൾ നൽകേണ്ട. പിന്നീട് ഒമാനും മറ്റു ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് ഹോർമൂസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിശാലമായ കരാറിൽ ഇറാൻ എത്തണം. ഇറാന്റെ പുനരുദ്ധാരണത്തിനും സാമ്പത്തിക വികസനത്തിനുമായി $30,000 കോടി ഫണ്ട് തയ്യാറാക്കും. ഇറാനെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കും. ഇറാൻ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കില്ല. ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം IAEA മേൽനോട്ടത്തിൽ മാറ്റുമെന്നും കരാറിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് NTV. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ പുതിയ ഭരണ സംവിധാനങ്ങളോ ക്രമീകരണങ്ങളോ കൊണ്ടുവരുന്നത് അംഗീകരിക്കില്ല എന്ന് സൗദി അറേബ്യ.
നിലവിലുള്ള സംവിധാനങ്ങൾ മാറ്റുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല എന്നും സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് വ്യക്തമാക്കി. അതേസമയം GCC രാജ്യങ്ങളുമായി സൗഹൃദം ശക്തമാക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഭാഗമായി അബ്ബാസ് അരാഗ്ചി കുവൈറ്റുമായി സംസാരിച്ചു. യുദ്ധത്തിനു മുമ്പ് ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യങ്ങൾ കൃത്യമായ രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത് എന്നും അതിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ല എന്നും സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് ചൂണ്ടിക്കാട്ടി. അമേരിക്കയെയും ഇറാനെയും നയതന്ത്ര ചർച്ചകളുടെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിൽ സൗദി അറേബ്യ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കി. കർശനമായ പരിശോധനകളും നിരീക്ഷണ സംവിധാനങ്ങളും ഉറപ്പു നൽകുന്ന ഒരാണവ കരാറിനായി സൗദി തുടർന്നും സമ്മർദ്ദം ചെലുത്തും. പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ മുന്നോട്ടു പോകുന്ന ഒരു ആണവ കരാറും നിലനിൽക്കില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിനായി ആണവ വിഷയത്തിൽ അമേരിക്ക ഇറാൻ ചർച്ചകളും മേഖലയിലെ പ്രാദേശിക തർക്കങ്ങൾ പരിഹരിക്കാനുള്ള കൂടിയാലോചനകളും ആവശ്യമാണെന്നും പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതെ മേഖലയിൽ യഥാർത്ഥ പുരോഗതി കൈവരിക്കാൻ കഴിയില്ല എന്നും ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. സമീപ വർഷങ്ങളിൽ സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹകരണത്തിലേക്ക് കടക്കുന്നതിനു മുമ്പായി ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നും പരസ്പര വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകേണ്ടത് എന്നും സൗദി ഓർമ്മിപ്പിച്ചു. NTV റിയാദ്. വേനൽ ചൂട് കഠിനമാവുന്ന സാഹചര്യത്തിൽ കുട്ടികളെ വാഹനങ്ങൾക്കുള്ളിൽ തനിച്ചാക്കി പോകുന്നതിനെതിരെ രക്ഷിതാക്കൾക്കും ഡ്രൈവർമാർക്കും കടുത്ത മുന്നറിയിപ്പുമായി ഷാർജ, അജ്മാൻ, ഫുജൈറ പോലീസ് അധികൃതർ. UAE-യിലെ വദീമ ശിശു സംരക്ഷണ നിയമപ്രകാരം കുട്ടികളെ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ഉപേക്ഷിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. ചെറിയ ആവശ്യങ്ങൾക്കായി മിനിറ്റുകൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും കുട്ടികളെ വാഹനത്തിനുള്ളിൽ തനിച്ചാക്കി പോകുന്നത് വൻ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് ഷാർജ പോലീസ് മുന്നറിയിപ്പ് നൽകി. അന്തരീക്ഷ താപനില 45 ഡിഗ്രി സെൽഷ്യസ് മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം വീഴ്ചകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സുരക്ഷാ സേനകളുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട വിപുലമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. പുറത്തെ താപനില ഉയരുമ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കുള്ളിലെ ചൂട് വെറും 10 മിനിറ്റിനുള്ളിൽ 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ ഉയർന്നേക്കാം. മുതിർന്നവരെക്കാൾ വേഗത്തിൽ കുട്ടികളുടെ ശരീര താപനില വർദ്ധിക്കുമെന്നതിൽ ശ്വാസതടസ്സം, കടുത്ത ഹീറ്റ് സ്ട്രോക്ക്, മസ്തിഷ്കാഘാതം എന്നിവയ്ക്ക് ഇത് കാരണമാകുമെന്നും വ്യക്തമാക്കി. വാഹനം ലോക്ക് ചെയ്യുന്നതിന് മുൻപ് പിൻസീറ്റ് പരിശോധിച്ച് കുട്ടികളില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും വാഹനത്തിന്റെ താക്കോൽ കുട്ടികൾക്ക് കളിക്കാൻ നൽകരുതെന്നും പോലീസ് നിർദ്ദേശം നൽകി. എയർ കണ്ടീഷണർ പ്രവർത്തിപ്പിച്ച് എഞ്ചിൻ ഓൺ ചെയ്ത നിലയിലാണെങ്കിൽ പോലും കുട്ടികളെ വാഹനത്തിൽ തനിച്ചാക്കാൻ പാടില്ലെന്ന് അജ്മാൻ പോലീസും ഓർമ്മിപ്പിച്ചു. ഏതെങ്കിലും സാഹചര്യത്തിൽ കുട്ടി വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും സമയം കളയാതെ അടിയന്തര സഹായ നമ്പറായ 999 വിളിച്ച് പോലീസിന്റെയും രക്ഷാപ്രവർത്തകരുടെയും സഹായം തേടാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. UAE-യിലെ വദീമ ശിശു സംരക്ഷണ നിയമപ്രകാരം കുട്ടികളെ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ഉപേക്ഷിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന രക്ഷിതാക്കൾക്കും ഡ്രൈവർമാർക്കുമെതിരെ കനത്ത സാമ്പത്തിക പിഴയും ജയിൽ ശിക്ഷയും ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. NTV ഷാർജ. അതേസമയം UAE-യിൽ അന്തരീക്ഷ താപനില 46 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കനത്ത മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. രാജ്യത്ത് പൊതുവെ തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കുമെങ്കിലും കിഴക്കൻ മേഖലകളിൽ ഭാഗികമായി മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും. ചില പ്രദേശങ്ങളിൽ 40 മുതൽ 46 ഡിഗ്രി സെൽഷ്യസ് വരെയും തീരദേശങ്ങളിൽ 37 ഡിഗ്രി സെൽഷ്യസ് മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെയും പർവ്വത മേഖലകളിൽ 31 ഡിഗ്രി സെൽഷ്യസ് മുതൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. പ്രധാന നഗരങ്ങളായ അബുദാബിയിൽ 42 ഡിഗ്രി സെൽഷ്യസും ദുബായിൽ 40 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും ചൂട്. മെസൈറയിൽ 48 ഡിഗ്രി സെൽഷ്യസ് വരെയും റസീനിൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാം. രാത്രിയിലും വെള്ളിയാഴ്ച രാവിലെയോടെയും പടിഞ്ഞാറൻ തീരദേശ മേഖലകളിൽ അന്തരീക്ഷ ഈർപ്പം വൻതോതിൽ വർദ്ധിക്കും. ചിലയിടങ്ങളിൽ ഇത് 90% വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്നും അധികൃതർ നിർദ്ദേശം നൽകി. പലയിടങ്ങളിലും കാഴ്ചപരിധി കുറയാനിടയുള്ളതിനാൽ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. തിങ്കളാഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂടൽമഞ്ഞുള്ള കാലാവസ്ഥ തുടർന്നേക്കും. എങ്കിലും കടൽ പൊതുവെ ശാന്തമായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. NTV അബുദാബി. ദുബായിയുടെ തൊഴിൽ സംസ്കാരം കൂടുതൽ മികച്ചതാക്കാൻ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചും ഭരണാധികാരി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലോകത്തിനു മുമ്പിൽ ദൃശ്യമാവുന്ന ഫലങ്ങൾ ഉണ്ടാക്കുക,
കൃത്യതയാർന്ന നടപ്പിലാക്കൽ, അതിവേഗത്തിലുള്ള പൂർത്തീകരണം എന്നിവയാണ് ദുബായ് ഇറ്റ് എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിലും കമ്പനികളിലും ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ, മികവ്, ഫലപ്രാപ്തി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ദുബായിയുടെ സവിശേഷമായ തൊഴിൽ സംസ്കാരം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായ് ഇറ്റ് എന്ന പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഗുണനിലവാരവും കൃത്യതയും നിലനിർത്തിക്കൊണ്ട് തന്നെ റെക്കോർഡ് വേഗത്തിൽ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുക എന്ന തത്വത്തിലാണ് ദുബായിയുടെ തൊഴിൽ രീതി കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വ്യക്തമാക്കി. വേഗമെന്നാൽ തിടുക്കമല്ല എന്നും ഗുണനിലവാരമെന്നാൽ മന്ദഗതിയല്ല എന്നും ലക്ഷ്യബോധമെന്നത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാത്ത പക്ഷം അതിന് യാതൊരു മൂല്യവുമില്ല എന്നും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. ദുബായിയുടെ തൊഴിൽ തത്വശാസ്ത്രം വരും തലമുറകളിലേക്ക് പകർന്നു നൽകാനും സ്ഥാപനങ്ങളിലും ബിസിനസ് മേഖലകളിലും ഇതൊരു സംസ്കാരമായി വളർത്തിയെടുക്കാനും പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. എമിറേറ്റിന്റെ അടുത്ത ഘട്ടത്തിലുള്ള വളർച്ചയ്ക്കും മുന്നേറ്റങ്ങൾക്കുമുള്ള ശക്തമായ അടിത്തറയായി ഇത് മാറുമെന്നും പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നത് പറയുക എന്നതാണ് ദുബായിയുടെ എപ്പോഴത്തെയും മുദ്രാവാക്യമെന്നും ഭരണാധികാരി ഓർമ്മിപ്പിച്ചു. NTV ദുബായ്. കുട്ടികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ കുട്ടികളുടെ സ്വകാര്യതയെ മാനിക്കണം എന്ന് ഉത്തരവിട്ട് കോടതി കുട്ടികളെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ സ്വകാര്യതയും അന്തസ്സും ഉറപ്പു നൽകുകയും ചെയ്യുന്ന UAE കുട്ടികളുടെ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. കുട്ടികളെ വാണിജ്യ പരസ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഒരു പിതാവ് തന്റെ മുൻ ഭാര്യയ്ക്കെതിരെ സ്വീകരിച്ച നിയമ നടപടിയെ തുടർന്നാണ് അബുദാബി കോടതിയുടെ ഉത്തരവ്. അതേസമയം പണം സമ്പാദിക്കുന്ന പരസ്യങ്ങൾ മാത്രമല്ല, സാധാരണയായി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ പോലും കുട്ടികളുടെ സ്വകാര്യതയെയും ക്ഷേമത്തെയും ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. കുട്ടികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ 2 രക്ഷിതാക്കളും പരാജയപ്പെട്ടതായും കോടതി ഇതിൽ അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ ചിത്രങ്ങളോ വ്യക്തിഗത വിവരങ്ങളോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും അവരുടെ താൽപര്യങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഉള്ളടക്കങ്ങൾ ഉടനടി നീക്കം ചെയ്യാനും കോടതി 2 പേർക്കും നിർദ്ദേശം നൽകുകയായിരുന്നു. കുട്ടികളെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ സ്വകാര്യതയും അന്തസ്സും ഉറപ്പു നൽകുകയും ചെയ്യുന്ന UAE കുട്ടികളുടെ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി പ്രസ്താവിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് തങ്ങളുടെ ജീവിതം പരസ്യമാക്കുന്നതിനോ സ്ഥിരമായി ഇന്റർനെറ്റിൽ തിരയാവുന്ന രീതിയിൽ സൂക്ഷിക്കുന്നതിനോ ഉള്ള സമ്മതം നൽകാൻ കഴിയില്ലെന്നും മാതാപിതാക്കൾ പിരിയുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ഒരാൾക്ക് മാത്രമായി അവകാശമില്ലെന്നും കേസിൽ പിതാവിനെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ വാദിച്ചു. അതേസമയം ഇത് UAE നിയമത്തിലെ പൊതുവായ ഭേദഗതിയോ പുതിയ നിയമനിർമ്മാണമോ അല്ലെന്നും നിലവിലുള്ള ശിശുക്ഷേമ തത്വങ്ങൾ മുൻനിർത്തി ഈ പ്രത്യേക കുടുംബ തർക്കത്തിൽ കോടതിയെടുത്ത തീരുമാനമാണെന്നും മാതാവിനെ പ്രതിനിധീകരിച്ച അഭിഭാഷകയും ചൂണ്ടിക്കാട്ടി. കുട്ടികളുടെ സംരക്ഷണ ചുമതലയുമായി ബന്ധപ്പെട്ട കേസ് അബുദാബി സിവിൽ ഫാമിലി കോടതിയുടെ പരിഗണനയിലാണ്. കുട്ടികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ കുട്ടികളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. NTV അബുദാബി. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റങ്ങളുടെ പട്ടികയിൽ ആദ്യ 50-ൽ ഇടം പിടിച്ച അബുദാബി. സ്റ്റാർട്ടപ്പ് ജിനോമും ഗ്ലോബൽ എന്റർപ്രണർഷിപ്പ് നെറ്റ്വർക്കും സംയുക്തമായി പുറത്തുവിട്ട 2026 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിലാണ് എമിറേറ്റിന്റെ ശ്രദ്ധേയമായ മുന്നേറ്റം. കഴിഞ്ഞ വർഷം 5160 ലെവൽ റാങ്കിലായിരുന്നു അബുദാബി. അതിൽ നിന്ന് 10-ലധികം പടവുകൾ കയറിയാണ് 4150 സ്ഥാനങ്ങളിലേക്ക് എത്തിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അബുദാബിയുടെ സ്റ്റാർട്ടപ്പ് മേഖലയുടെ വിപണി മൂല്യത്തിൽ 3057% വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. ആഗോളതലത്തിൽ 350-ലധികം ഇക്കോസിസ്റ്റങ്ങളിലെ 55 ലക്ഷത്തിലധികം കമ്പനികളുടെ വിവരങ്ങൾ അപഗ്രഥിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിലെ ഏറ്റവും സജീവമായ സ്റ്റാർട്ടപ്പ് ഹബ്ബുകളിലൊന്ന് അബുദാബി എന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മെന മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സ്റ്റാർട്ടപ്പുകളുടെ വിപണി വലിപ്പത്തിലും സാന്ദ്രതയിലും 2ാം സ്ഥാനവും ഗവേഷണ പേറ്റന്റ് പ്രവർത്തനങ്ങൾ അളക്കുന്ന R&D എഞ്ചിൻ വിഭാഗത്തിൽ 4ാം സ്ഥാനവും അബുദാബി സ്വന്തമാക്കി. സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തന മികവിനുള്ള പെർഫോമൻസ് റാങ്കിലും 4ാം സ്ഥാനത്തുണ്ട് അബുദാബി. നിക്ഷേപകരുടെ പങ്കാളിത്തവും നിക്ഷേപം വിലയിരുത്തുന്ന ഫണ്ടിംഗ് മൊമെന്റം, പ്രതിഭകളെ ആകർഷിക്കാനും നിലനിർത്താനുമുള്ള കഴിവളക്കുന്ന ടാലന്റ്, സ്ട്രെങ്ത് എന്നിവയിൽ മെന മേഖലയിൽ 5ാം റാങ്കും അബുദാബി നിലനിർത്തി. സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിക്കുന്ന നിക്ഷേപത്തിന്റെ സുരക്ഷിത കാലയളവ്, കുറഞ്ഞ ചെലവിൽ മികച്ച പ്രതിഭകളെ ലഭ്യമാക്കൽ എന്നിവയിൽ ആദ്യ 15 സ്ഥാനങ്ങളിലും അബുദാബി ഇടം പിടിച്ചിട്ടുണ്ട്. ഫിൻടെക്, ക്ലൈമറ്റ് ടെക്, Web3, ഡിജിറ്റൽ അസറ്റ്സ്, നിർമ്മിത ബുദ്ധി തുടങ്ങിയ ആധുനിക സാങ്കേതിക മേഖലകളിലെ അബുദാബിയുടെ പുരോഗതിയാണ് ഇക്കോസിസ്റ്റത്തിന്റെ വളർച്ചയ്ക്ക് വേഗം കൂട്ടിയത്. NTV
അബുദാബി. സൗദി അറേബ്യയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ച കേസിൽ ഈജിപ്ഷ്യൻ ഡോക്ടർക്കും മലയാളി നഴ്സിനും 3 ലക്ഷം റിയാൽ നഷ്ടപരിഹാരം ചുമത്തി കോടതി. കടുത്ത ശാരീരിക വേദനയെ തുടർന്ന് കിങ് ഫഹദ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഈജിപ്ഷ്യൻ സ്വദേശി മരിച്ച സംഭവത്തിലാണ് റിയാദ് അപ്പീൽ കോടതി വിധി ശരിവെച്ചത്. രോഗി മരിക്കാനിടയായ കേസിൽ ഡോക്ടർക്ക് 80%, മലയാളി നഴ്സിന് 20% ഉത്തരവാദിത്തമുണ്ട് എന്ന് കോടതി കണ്ടെത്തി. രോഗി മരിച്ച കേസിൽ വയനാട് മാനന്തവാടി സ്വദേശിനിയായ നഴ്സ് 60,000 റിയാലും കോടതി ചെലവായി 1000 റിയാലും അടയ്ക്കണം. ചികിത്സയ്ക്ക് നിർദ്ദേശം നൽകിയ ഡോക്ടർ 2,40,000 റിയാലാണ് മരിച്ചയാളുടെ ആശ്രിതർക്ക് നൽകേണ്ടത്. രോഗിക്ക് ഡോക്ടർ ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയും അതിനു മുന്നോടിയായി ആന്റിബയോട്ടിക്കും വേദന സംഹാരിയും കുത്തിവെക്കാൻ നഴ്സിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. എന്നാൽ രോഗിയുടെ മുൻകാല മെഡിക്കൽ ചരിത്രമോ അലർജിയോ പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറായില്ല. മരുന്ന് നൽകുന്നതിന് മുമ്പ് കൃത്യമായ പരിശോധന നടത്തുന്നതിൽ നഴ്സിംഗ് സ്റ്റാഫും പരാജയപ്പെട്ടു. രോഗിക്ക് അലർജിയുണ്ടെന്ന കാര്യം മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരുന്നു എങ്കിലും ഇരുവരും അത് ശ്രദ്ധിച്ചില്ല. കുത്തിവെപ്പിന് പിന്നാലെ കടുത്ത അലർജി അനുഭവപ്പെട്ട രോഗിയുടെ നില വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. കേസിന്റെ വിചാരണ വേളകളിൽ മലയാളി നഴ്സോ അവരുടെ നിയമപ്രതിനിധിയോ കോടതിയിൽ ഹാജരായിരുന്നില്ല. വിചാരണ തീയതികൾ അറിയിച്ചിട്ടും കോടതി സ്വീകരിക്കുന്ന തരത്തിലുള്ള യാതൊരു വിശദീകരണവും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നും വിധിന്യായത്തിൽ പറയുന്നു. അതേസമയം തന്റെ മൊബൈലിലേക്ക് അറബിക്കിൽ വന്നിരുന്ന ഔദ്യോഗിക സന്ദേശങ്ങൾ ശ്രദ്ധിക്കാതിരുന്നതാണ് നഴ്സിന് വിനയായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് തുക പിടിച്ചെടുക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം തിരിച്ചറിയുന്നത്. യുവതിയെ സഹായിക്കാനായി സുഹൃത്തുക്കളുടെയും നഴ്സിംഗ് കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. NTV റിയാദ്. സാമ്പത്തിക വിദ്യാഭ്യാസവും ട്രേഡിംഗ് സേവനങ്ങളും നൽകുന്ന മിഥുൻസ് മണി മാർക്കറ്റിന്റെ 5ാമത് ശാഖ തുറന്നു. ദുബായിലെ അൽക്കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 1-ലെ ബിൻ ഷബീം മാളിലാണ് ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായിട്ടുള്ള സ്കോളർഷിപ്പ് വിതരണവും നടന്നു. സാമ്പത്തിക വിദ്യാഭ്യാസവും ട്രേഡിംഗ് സേവനങ്ങളും നൽകുന്ന UAE-ലെ പ്രമുഖ സ്ഥാപനമാണ് മിഥുൻസ് മണി മാർക്കറ്റ്. രാജ്യത്തെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കമ്പനി 5ാം ശാഖ തുറന്നത്. റിട്ടയർഡ് മേജർ ഒമൽ അൽ മർസൂഖി SP ജെയിൻ സ്കൂൾ ഓഫ് ഗ്ലോബൽ മാനേജ്മെന്റിലെ ഡീനും പ്രൊഫസറുമായ ഡോക്ടർ ഗാരി സ്റ്റോക്ക്പോർട്ട് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. MMM സ്ഥാപകനും CEOയുമായ മിഥുൻ ഗിരീഷൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ശാഖാ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നതിനായി എഡ്യൂബ്രിഡ്ജ് സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ന CSR പദ്ധതിയും ആരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട 10 വിദ്യാർത്ഥികൾക്ക് ഓരോ ₹1,00,000 സ്കോളർഷിപ്പ് കൈമാറി. ട്രേഡിംഗ്, സാമ്പത്തിക സാക്ഷരത എന്നിവയെക്കുറിച്ചുള്ള സൗജന്യ വാരാന്ത്യ പരിശീലന ക്ലാസുകളും പുതിയ ശാഖയിൽ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നമ്മൾ ഏപ്രിലാണല്ലോ ബുർജുവാൻ ബ്രാഞ്ച് 4th ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത ബ്രാഞ്ചിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കരുതി ഒരു പെട്ടെന്ന് തന്നെ 1-time എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു ഇനാഗ്രേഷനിലേക്ക് ഉപരിയായിട്ട് കുറച്ചും കൂടി നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി പെട്ടെന്ന് അങ്ങനെ തോന്നിയത്. അതാണ് ഈ ബ്രിഡ്ജിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇവിടെ പ്രവാസികളായിട്ടുള്ള അവരുടെ മക്കൾ, നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1,00,000 രൂപ വെച്ചിട്ട് 10 പേർക്ക് ഒരു 50,000 ദിർഹംസ് നമ്മുടെ ഒരു ഇതായിട്ട് ചെയ്യുന്നത് നമ്മളങ്ങനെ. First of all, thank you very much to invite me here. I'm happy to be here this morning for inauguration for a new office. Really, our friend is working very hard here in Dubai, and now we have, I think, more than 5 branches here in Dubai. And this is something is amazing, and I am very happy to be here today, this morning with his company. UAE-ലുടനീളം സാമ്പത്തിക വിദ്യാഭ്യാസവും സമൂഹ ശാക്തീകരണവും കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പുതിയ ശാഖയുടെ പ്രവർത്തനം. ന്യൂസ് ഡെസ്ക് NTV. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയണൽ കോൺഫറൻസ് ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ പ്രസിഡന്റ് ഷൈൻ ചന്ദ്രസെന്റെ അധ്യക്ഷതയിൽ ദുബായ് അൽമറീഫ് അമേരിക്കൻ സ്കൂളിലായിരുന്നു പരിപാടി. സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെറോ വർഗീസ്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് പിള്ള, മനോജ് മാത്യു, അബ്ദുൽ ഹക്കീം, സിന്ധു ഹരികൃഷ്ണൻ, ബാവ റീച്ചൽ, ഉണ്ണികൃഷ്ണൻ, കൃഷ്ണ കിരൺ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിനോട് അനുബന്ധിച്ച് വിവിധ പ്രൊവിൻസുകളുടെ നൃത്ത സംഗീത പരിപാടികളും അരങ്ങേറി. ബ്രേക്ക്.
വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ കോൺഫറൻസ് ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ പ്രസിഡന്റ് ഷൈൻ ചന്ദ്രസെന്റെ അധ്യക്ഷതയിൽ ദുബായ് അൽ മറീഫ് അമേരിക്കൻ സ്കൂളിലായിരുന്നു പരിപാടി. സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെറോ വർഗീസ്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് പിള്ള, മനോജ് മാത്യു, അബ്ദുൽ ഹക്കീം, സിന്ധു ഹരികൃഷ്ണൻ, ബാവ റേച്ചൽ, ഉണ്ണികൃഷ്ണൻ, കൃഷ്ണ കിരൺ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിനോട് അനുബന്ധിച്ച് വിവിധ പ്രൊവിൻസുകളുടെ നൃത്ത സംഗീത പരിപാടികളും അരങ്ങേറി. കാലാവസ്ഥ. ഗോൾഡ് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ച് UAE. തീരുമാനമെടുത്ത് UAE മന്ത്രിസഭ. നിയമം കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനും സുരക്ഷിത ഡിജിറ്റൽ അന്തരീക്ഷം ഉറപ്പാക്കാനും 15നും 16നും ഇടയിൽ പ്രായമുള്ളവർക്ക് നിയന്ത്രണങ്ങളോടെ ഉപയോഗിക്കാം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതി വരുത്തി ഇറാൻ അമേരിക്ക സമാധാന കരാർ നിലവിൽ. 60 ദിവസത്തിനുള്ളിൽ അന്തിമ വ്യവസ്ഥകൾ സംബന്ധിച്ച് ചർച്ചകൾ പൂർത്തിയാക്കും. കരാർ ലംഘിച്ചാൽ ഇറാനിൽ കടുത്ത ബോംബാക്രമണം നടത്തുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹോർമൂസിൽ നിലപാട് കടുപ്പിച്ച സൗദി. കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ പുതിയ ഭരണ സംവിധാനങ്ങളോ ക്രമീകരണങ്ങളോ കൊണ്ടുവരുന്നത് അംഗീകരിക്കില്ല എന്ന് സൗദി വിദേശകാര്യമന്ത്രി. ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് പദ്ധതിയിട്ട് ഇറാൻ. കുവൈറ്റുമായി സംസാരിച്ച് അബ്ബാസ് അരാഗ്ചി. കുട്ടികളെ വാഹനങ്ങൾക്കുള്ളിൽ തനിച്ചാക്കി പോകുന്നതിനെതിരെ ക്യാമ്പയിനുമായി പോലീസ്. രക്ഷിതാക്കൾക്കും ഡ്രൈവർമാർക്കും കടുത്ത മുന്നറിയിപ്പ്. നടപടി ചൂട് കൂടുന്ന സാഹചര്യത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം. NTV UAE to the world.